സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോം ടിവിയുടെ പ്രത്യേക ഒരു പ്രോഗ്രാമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ ഇതിനോടകം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയവുമായി സീകാറ്റിൻ്റെ പുതിയൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സുഖപ്പെടുത്തുന്ന കൂദാശകളിലാണ് ഇന്ന് ചർച്ചകളും സംശയങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ വിഷയം പഠിക്കുന്നതിനും സംശയങ്ങൾ ചോദിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെമ്പുവ ഹോളി ക്രോസ് സൺഡേ സ്കൂളിലെ അധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കൂദാശകളിലെ സുഖപ്പെടുത്തുന്ന കൂദാശകൾ ആണ്. അതിൽ കുമ്പസാരം, അനുരഞ്ജന കൂദാശ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി അഭിമന്യ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പ്രവേശക കൂദാശകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിന് തുടർച്ചയായി നാം പഠിക്കുക സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ സൗഖ്യദായക കൂദാശകൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധ കുമ്പസാരം, രോഗീലേപനം എന്നീ കൂദാശകളെക്കുറിച്ചാണ്. ഈ കൂദാശകളെ സൗഖ്യം തരുന്ന കൂദാശ എന്ന് പറയാൻ കാരണം, നമുക്ക് രോഗങ്ങൾ വന്നാൽ എന്തു ചെയ്യും? സാധാരണഗതിയിൽ രോഗങ്ങൾ വന്നാൽ ചെയ്യാറുള്ള കാര്യം, ഒരാൾ ഒന്ന് പറഞ്ഞേ, മൈക്കെടുത്ത്. രോഗം വന്ന ആശുപത്രി പോകും പിതാവേ. രോഗം വന്ന ആശുപത്രി പോകും. ആശുപത്രി പോയാൽ മാത്രം മതിയോ? നമുക്ക് എന്ത് രോഗമാണോ വന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടറെ കാണും, മരുന്ന് മേടിക്കും. ആ, കണ്ടാൽ മാത്രം പോരാ, മരുന്ന് മേടിച്ചാൽ മാത്രം പോരാ, അത് കഴിച്ച് ചികിത്സയ്ക്ക് വിധേയമാണ് അല്ലേ? ഡോക്ടറെ കണ്ട് ചിരിച്ച് കാണിച്ചാൽ രോഗം മാറുമോ? ഇല്ല. നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് ഡോക്ടറോട് കൃത്യമായിട്ട് പറയണം അല്ലേ? ഡോക്ടറോട് ചെന്ന് നുണ പറഞ്ഞെന്ന് വിചാരിച്ചു, തലവേദന എനിക്ക് ഭയങ്കരം, പക്ഷേ ഡോക്ടറോട് ഞാൻ ചെന്ന് പറഞ്ഞു എനിക്ക് മുട്ടിന് വേദനയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. അയ്യേ, ഡോക്ടറെ പറ്റിച്ചെന്നും പറഞ്ഞ് നമ്മൾ പോരുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ രോഗം മാറിയോ? മാറിയല്ല. അതുകൊണ്ട് ഇത് സൗഖ്യദായക കൂദാശ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ചികിത്സയുടെ ടെർമിനോളജി പദമാണ് അവിടെ ഉപയോഗിക്കുക. അതായത് രോഗി ബോധപൂർവം അതിൽ സഹകരിക്കണം, എങ്കിലേ ഈ ചികിത്സ സൗഖ്യം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കൂദാശയുടെ മാമോദീസായിൽ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞത്. ശിശു മാമോദീസായാണെങ്കിൽ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായ പങ്കാളിത്തം കാര്യമായിട്ടൊന്നുമില്ല. കുഞ്ഞു ഉമ്മ കിടന്ന് കരയുന്നതേ ഉള്ളൂ മാമോദീസ മുക്കുമ്പോൾ അല്ലേ? അതേസമയം ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ കൂദാശയുടെ സമയത്ത് ഒരു വ്യക്തിപരമായി ഇടപെടണം. തൻ്റെ പ്രതിസന്ധി എന്ത് എന്ന് തുറന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് തൻ്റെ പ്രശ്നങ്ങളെ ഏറ്റുപറയുകയും ആ വീഴ്ചകളെക്കുറിച്ച് ശരിയായ അനുതാപം പ്രകടമാക്കുകയും ചെയ്യുമ്പോഴാണ് സൗഖ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസിയും അല്ലെ അനുതാപിയും ഈശോമിശിഹായും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ സംഭവിക്കുക. അത് എങ്ങനെയാണ് ഈ പാപമോചനം, സൗഖ്യം സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, കുമ്പസാരിക്കുന്ന വ്യക്തിയെ ഈശോമിശിഹാ തൻ്റെ കുരിശിലെ ബലിയുടെ തിരുരക്തത്താൽ കഴുകി
വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ് കുമ്പസാരം. എപ്പോഴാണ് ഈ കൂദാശ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ മതാധ്യാപകരായി നിങ്ങൾക്കറിയാം അല്ലേ? എപ്പോഴാണ് ഈ കൂദാശ സ്ഥാപിക്കപ്പെട്ടത്? വെറുതെ മതാധ്യാപകരെന്ന് പറഞ്ഞു നോക്കിയാൽ ഈ കൂദാശ ആരാ സ്ഥാപിച്ചിട്ടുണ്ടാവുക? ഈശോ സ്ഥാപിച്ചു അല്ലേ? ഈശോ ഇത് എപ്പോഴാണ് സ്ഥാപിച്ചതെന്നുള്ളതിനെ കുറിച്ച് വല്ല പിടിയും ആർക്കേലും? കാൽവരിക്കുന്നിലാണോ പിതാവേ? കാൽവരി കുന്നിൽ ഈശോ കൂദാശ സ്ഥാപിച്ചു. എല്ലാ കൂദാശകളും കാൽവരിയിലെ ബലിയുടെ യോഗ്യതയാലാണ് എന്നുള്ളത് കൊണ്ട് കാൽവരി കുന്നിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാം. അല്പം കൂടി സാധാരണഗതിയിൽ ഒരു കൂദാശ സ്ഥാപിച്ചപ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്ത് പറഞ്ഞു ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടു എന്നാണ് നാം വിശ്വസിക്കുക അല്ലേ? സമാനമായി ഈശോ ഇപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ ആണ് ഈ കൂദാശ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. സാറ് പറഞ്ഞു. പിതാവേ, ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ധൈര്യപ്പെടുത്തി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നതെല്ലാം. സാറിൻ്റെ പേര് മാനുവൽ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യങ്ങൾ, കൃത്യമായി പറഞ്ഞ 23-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈശോ അവർക്ക് മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോ അപ്രകാരം അരുളി ചെയ്ത് അധികാരം കൊടുത്തപ്പോൾ അപ്പസ്തോല ഗണത്തിന് പാപമോചന അധികാരം ലഭിച്ചു എന്നാണ് നാം വിശ്വസിക്കുക. മത്തായിയുടെ സുവിശേഷത്തിലും സമാനമായ വാചകമുണ്ട്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ശിഷ്യരെ കണ്ടുമുട്ടുന്ന രംഗമാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത്? ശമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന്. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് കെട്ടുക അഴിക്കുക എന്നുള്ളത് പാപമോചനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ട് ഈശോ മിശിഹ ഇപ്രകാരം അരുളി ചെയ്തപ്പോഴാണ് ഈ കൂദാശ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. ഈ കൂദാശയുടെ സ്ഥാപന വാക്യം അപ്പോഴേതാണ്? നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടു, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ഈശോ അരുളി ചെയ്തപ്പോൾ ഈ കൂദാശ സ്ഥാപിക്കപ്പെട്ടു. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അച്ഛന്മാർക്കും പലപ്പോഴും തോന്നാറുണ്ട്, ഈ മനുഷ്യരുടെ മുഴുവൻ ഇരുന്ന് പാപം കേൾക്കുക രാവിലെ തൊട്ട് വൈകുന്നവരെ, ഇതിനേക്കാൾ എളുപ്പമുള്ള വഴിയിൽ എൻ്റെ ഈശോയെ ഈ കൂദാശ പരികർമ്മം ചെയ്യാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾ ഒരാളെ ചെന്ന് പറഞ്ഞേച്ച് പോകുന്നതേ ഉള്ളൂ, അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നവരെ ഇരുന്ന് ഇത് കേൾക്കണം അല്ലേ? അപ്പോൾ ഇത് വളരെ ശ്രമകരമായ ഒരു കൂദാശയാണ് ഈ കുമ്പസാരം എന്ന കൂദാശയുടെ പരികർമ്മം. എന്തിനാണ് കർത്താവ് ഇത്രമേൽ ശ്രമകരമായ ഒരു രീതിയിൽ ഈ കൂദാശ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ പാപം വിമോചിക്കപ്പെടുന്നതിന് ഇപ്രകാരം ഒരു കൂദാശ ആവശ്യമുണ്ട് എന്ന് ഈശോ തൻ്റെ അനന്ത ബുദ്ധിയിൽ കണ്ടെത്തി. അതാണ് അതിൻ്റെ കാരണം. ഈശോയുടെ കണ്ടെത്തലും ഈശോ സ്ഥാപിച്ചതുമാകയാൽ മനുഷ്യരക്ഷയ്ക്കും പാപങ്ങളുടെ വിമോചനത്തിനും ഈ കൂദാശ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു, അത് അനുധാവനം ചെയ്യും. ഇതേക്കുറിച്ച് ഞാനിങ്ങനെ കൂടുതലായി പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ പൊതുശൈലി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ ഈ ഭാഗം പരാമർശിക്കുന്നത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ചർച്ച ചെയ്ത്
പല ചോദ്യങ്ങളും നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങൾ ക്രമീകരിക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങൾക്കിപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി വിടുകയാണ്. ഈ ചർച്ചയുടെ സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ രൂപപ്പെടുത്താം. അതിനുശേഷം ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടിയും നമ്മൾ തമ്മിലുള്ള സംവാദവുമായി ഈ കൂദാശയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. എല്ലാവരും വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. ചർച്ചയല്ലായിരുന്നോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ആമുഖ ക്ലാസ്? നല്ലതായിരുന്നു. പാപം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് പാപത്തെക്കുറിച്ചും അത് ഏറ്റുപറയുന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സും പ്രധാനപ്പെട്ടതാണ്. കുമ്പസാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് പിതാവ് നമ്മളോട് സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളാണ് നിങ്ങളിന്ന് പിതാവിന് ചോദിക്കേണ്ടത്. എല്ലാ പ്രോഗ്രാമിലും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളോടും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നത്, ഈ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടേത് മാത്രമല്ല. ഇതേ കാര്യം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും അനേകം പ്രേക്ഷകർ, ആ സാറിലൂടെ ഈ ചോദ്യം ഒന്ന് പിതാവിനോട് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം കിട്ടുമായിരുന്നു, നല്ലതാണ് എന്ന് ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ലോകമെമ്പാടുണ്ടാവും. അപ്പോൾ തീർച്ചയായും അങ്ങനെയൊരു ചോദ്യമാണ് നിങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത്. നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ചോദിക്കാം. ഷാജി സാറാണ്. ഷാജി സാറ് വെമ്പോയിലെ ഹെഡ് മാസ്റ്ററാണ്. സാറ് ചോദിക്കൂ. പിതാവേ, അനുരഞ്ജന കൂദാശ മനുഷ്യർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി ഈശോ തന്നെ സ്ഥാപിച്ചതാണെന്ന് പിതാവിൻ്റെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലായി. എന്നാൽ ഒരു സംശയമുണ്ട് പിതാവേ. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വൈദികൻ്റെ അടുക്കൽ പോയി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ലല്ലോ എന്ന്, അല്ലേ? ഇടനില വേണ്ടല്ലോ, നേരിട്ട് പറഞ്ഞ പോരെ എന്നാണ് സാറിൻ്റെ സംശയം. യെസ്, വൈദികനെ ഒരു ഇടനിലക്കാരനായി കരുതുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ പ്രശ്നമിരിക്കുന്നത്. ഏതൊക്കെയാണ് ഷാജി സാറ് ഹെഡ് മാസ്റ്ററാണ്, വളരെ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ആധ്യാത്മിക കാര്യം ചോദിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അന്നേരമാണ് ഏറ്റവും കൊനസ്റ്റ് ചോദ്യവുമായിട്ട് സാർ ഇറങ്ങിയത്. ഏതാണെങ്കിലും ശരി, സാറിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. പലരും ഉന്നയിക്കാറുള്ള ചോദ്യമാണ്, ഇത് ഈ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് അച്ഛൻ്റെ ചെവിയിൽ പോയി ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള ഈ ചോദ്യത്തിന് സാറ് തന്നെ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെയുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ എന്താ? ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ എന്നാണ് ചോദ്യം, അല്ലേ? യെസ്, നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ തിരുക്കുമാരനായ ഈശോയിലൂടെ നമുക്ക് ഉത്തരവും തന്നു. എന്താണ്? അങ്ങനെ പാപം ക്ഷമിക്കപ്പെടാനുള്ള വഴി എന്താണ്? വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുക. അത് പിതാവായ ദൈവം ഈശോ മിശിഹായിലൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്ന ഉത്തരമാണ്. നമ്മുടെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി നാം കുമ്പസാരിക്കണം എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാകും. നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുക എന്ന് വിചാരിക്കൂ, എൻ്റെ മകന് മെഡിസിൻ അഡ്മിഷൻ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചിന് മെഡിസിൻ അഡ്മിഷൻ കിട്ടണേ. ഓക്കെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്നാ പറഞ്ഞു? മകനെ, നിൻ്റെ മകന് അഡ്മിഷൻ തരാം, പകരം നിൻ്റെ കൊച്ചിന് അഡ്മിഷൻ തരാം, നീ എന്തു ചെയ്യണം? പോയി ഈ മെഡിസിൻ്റെ എൻട്രൻസ് കോച്ചിങ് നടത്തണം. കൊച്ചു പോയി, അല്ലേ? എന്നിട്ട് പോയി എൻട്രൻസ് പരീക്ഷ എഴുതണം. നീ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഞാൻ നിൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് വിജയിപ്പിക്കാം. അതിന് പകരം നമ്മൾ പറയാണ്, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, കോച്ചിങ്ങിനും പോവുകയില്ല,
പേരും രജിസ്റ്റർ ചെയ്യല, പരീക്ഷ എഴുതിയല എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നാൽ അഡ്മിഷൻ കിട്ടുമോ? കിട്ടിയല്ല. കാരണം ദൈവം തന്നെ ഒരുക്കിയ വഴികളാണത്. പാപമോചനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണേത്? കുമ്പസാരം. ആ വഴി നമ്മൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പരിശുദ്ധ കുമ്പസാരത്തിലൂടെ ഉത്തരം തരുന്നു. ഒന്ന് മറ്റൊന്നിനെ ഘടകവിരുദ്ധമായതല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവം രക്ഷാകരമായ ഉത്തരം തരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. താങ്ക് യു പിതാവേ. ആ ഉത്തരം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? സിബി സാറ് ചോദിച്ചോ. പിതാവേ, പണ്ടൊക്കെ ഈ പരസ്യ കുമ്പസാരമായിരുന്നല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഇന്ന് അച്ഛന്മാരോട് നേരിട്ട് കുമ്പസാരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഓക്കേ, അതായത് ഒരു കാര്യം സത്യമാണ്, ആദിമസഭയിൽ പരസ്യ കുമ്പസാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്ന് പറയുമ്പോൾ അത് വൈദികർക്ക് അവിടെ ഒരു പ്രാധാന്യം ഇല്ലായിരുന്നു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. ഒരു ആരാധനാ സമൂഹത്തിൽ വൈദികൻ അല്ലെങ്കിൽ മെത്രാൻ ആ ആരാധനാ സമൂഹത്തിൻ്റെ അധ്യക്ഷനായി അല്ലെങ്കിൽ കാർമ്മികനായി ഇരിക്കുമ്പോൾ ആണ് വിശ്വാസികൾ വന്ന് പാപം പരസ്യമായി ഏറ്റുപറഞ്ഞിരുന്നത്. അതായത് വൈദികൻ്റെ പക്കൽ തന്നെയാണ് പരസ്യ കുമ്പസാരത്തിലും പാപം ഏറ്റുപറയുക. പക്ഷേ ശ്രോതാക്കളായി കുറേ വിശ്വാസികളും കൂടി ഉണ്ടാകും എന്നുള്ളതാണ് വ്യത്യാസം. അവരങ്ങനെ പരസ്യ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ വൈദികൻ പരസ്യമായി തന്നെ അതിന് ഉപദേശങ്ങൾ പറയും, ശിക്ഷയും പരസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് ശിക്ഷ അനുഭവിക്കണം. നീ 100 ദിവസം കുരിശും പിടിച്ച് നിന്ന് കുർബാന കാണുക, അതല്ല എങ്കിൽ നീ 50 ഞായറാഴ്ചകളിൽ പള്ളിയുടെ മുറ്റത്ത് കുരിശും പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പരസ്യ ശിക്ഷകളും ഉണ്ടായിരുന്നു. ഈ പാപം പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ കുമ്പസാരിക്കുക എന്ന് വിചാരിക്കുക, പരസ്യമായിട്ട് കുമ്പസാരിച്ചു, ഞാൻ 6-ാം പ്രമാണം ലംഘിച്ചു എന്ന് ഒരു സ്ത്രീ പരസ്യമായിട്ട് കുമ്പസാരിച്ചു, ഇല്ലേ? അങ്ങനെ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന പല ചേട്ടന്മാർക്കും മനസ്സിലായി ഇവിടെ ഏത് ടൈപ്പാണെന്ന് മനസ്സിലായി, അല്ലേ? പല ചേട്ടന്മാരും ഇതിൻ്റെ വെളിച്ചത്തിൽ ചേട്ടത്തി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അത് അങ്ങനെ പല സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. പരസ്യം ഒരാളുടെ ചില പാപങ്ങൾ ആ വ്യക്തി രഹസ്യമായി ചെയ്തതാകാം, അത് പരസ്യമായി വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഇതൊരു വലിയ മാനഹാനിക്ക് കാരണമാകുന്നല്ലോ എന്ന് വന്നപ്പോൾ പലരും കുമ്പസാരത്തിൽ നിന്ന് തന്നെ മടിയായി തുടങ്ങി. കുമ്പസാര വേദികളെ പല തെറ്റായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാഹചര്യം ഒരു സാമൂഹിക പ്രശ്നമായി വളർന്നപ്പോൾ അയർലൻഡിലാണ് ആദ്യമായി ഈ ഓഡിയൻസിനെ ഒഴിവാക്കി. വൈദികൻ്റെ മുമ്പിൽ പാപമേറ്റ് പറയുന്ന ആ ഒരു വശം മതി, ഇതിന് ശ്രോതാക്കളായി ദൈവജനം മുഴുവൻ ഇരിക്കുന്ന ആ ഒരു രീതി വേണ്ട എന്നുള്ള ഒരു രഹസ്യ കുമ്പസാരം എന്ന ശൈലി വന്നത് എവിടെയാണ്? അയർലൻഡിലാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, പണ്ടൊക്കെ എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് പോയി പറയുമായിരുന്നു, എല്ലാ പ്രശ്നവും തീരുമായിരുന്നു. ഇപ്പോൾ ഈ അച്ഛന്മാരുടെ ഏകാധിപത്യമാണ്, അവരുടെ ചെവി ചെന്ന് പറയണം എന്നൊക്കെ നമ്മൾ വാദിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് പല യൂത്ത് ക്ലാസ്സിനൊക്കെ ചെല്ലുമ്പോൾ. പക്ഷേ അതല്ല ശരി. ആദിമസഭയിലും വൈദികരുടെ മുമ്പിൽ തന്നെയാണ് പാപം ഏറ്റുപറഞ്ഞിരുന്നത്. അതിന് പ്രായശ്ചിത്തം നിർണയിക്കുന്നതും ഈ വൈദികൻ തന്നെയായിരുന്നു. പക്ഷേ എല്ലാ സഭയ്ക്ക് മുഴുവനും മുമ്പിൽ അത് ഏറ്റുപറയുന്നു എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുസഭ അവരുടെ അഭിമാനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത് രഹസ്യ കുമ്പസാരം ആക്കി മാറ്റിയിരിക്കുന്നു. വൈദികനാകുമ്പോൾ ആ കേട്ട കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റിയില്ല. കാരണം എന്താ? കുമ്പസാര രഹസ്യം സൂക്ഷിക്കണം. ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് വല്ല അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പം പറഞ്ഞു, അറിഞ്ഞോ നമ്മുടെ മറിയാമ്മ ആളാരാണ്, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അല്ലേ
അപ്പുറത്തെ കോഴിയെ കെട്ടത് ആരാന്നറിയാവോ? നമ്മുടെ മത്തായി ആന്നേ. കോഴികള്ളൻ എന്ന പേര് നാട്ടിൽ പള്ളി കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് മത്തായിക്ക് പേര് വീണു, കോഴികള്ളൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വാസ്തവത്തിൽ ദൈവജനത്തിന് കൂടുതൽ സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയാണ് രഹസ്യ കുമ്പസാരം എന്ന പതിവ് തിരുസഭയിൽ ആരംഭിച്ചത്. നന്ദി പിതാവേ. ആ യെസ്, മൈക്ക് എന്താ ബിജു സാർ? സഭയിൽ ഏത് വർഷം വരെ ഇത് നിലനിന്നിരുന്നു, ഏത് വർഷത്തിലാണ് ഇത് അവസാനിപ്പിച്ചു എന്നൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇത് ഓരോ പ്രദേശങ്ങളിലും ഇത് വ്യത്യസ്തമായിട്ടാണ്. ഇന്നിപ്പോൾ സാർവത്രിക സഭയിൽ ഒരു കൽപ്പന കൊണ്ട് എല്ലാം നടപ്പിലാക്കുന്നത് പോലെ അങ്ങനെ ഒരു വർഷത്തിൽ നടപ്പിലായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ രഹസ്യ കുമ്പസാരം സഭയിൽ പൊതുവായി നിലവിൽ വന്നത് AD 6-ാം നൂറ്റാണ്ടോടുകൂടിയാണ് എന്നാണ് കരുതപ്പെടുന്നത്. 6-ാം നൂറ്റാണ്ട് 600-കളിലാണ് ഇത് രഹസ്യ കുമ്പസാരം എന്ന ശൈലി സഭയിൽ പൊതുവായി നിലവിൽ വന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? അച്ഛനാണ്. ആ, ടെസ്റ്റ് ടീച്ചർ ചോദിച്ചോളൂ. പിതാവേ, ക്രൈസ്തവരായ നമുക്ക് പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപത്തിന് മോചനം ലഭിക്കുന്നു. എൻ്റെ സംശയം ഇതാണ്: അക്രൈസ്തവരായ ഒരു വ്യക്തി തൻ്റെ പാപങ്ങൾ ഒരു വൈദികൻ്റെ അടുത്ത് മനസ്തപിച്ച് ഏറ്റുപറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ പാപങ്ങൾക്ക് മോചനം ലഭിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. യെസ്, ടെസ്റ്റ് ടീച്ചറുടെ സംശയം വളരെ ന്യായമാണ്. പക്ഷേ നമുക്കറിയാം, ഒരു കൂദാശ അതിൻ്റെ രക്ഷാകര ഫലം അനുഭവിക്കണം എന്നുണ്ട് എങ്കിൽ ഏറ്റവും അടിസ്ഥാന കൂദാശയായ മാമോദീസ എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തി ഈശോയുമായി ഐക്യത്തിലാവേണ്ടതുണ്ട്. അപ്പോഴാണ് ഈശോയുടെ വരപ്രസാദം ലഭിക്കുക. ഇപ്പം നമുക്ക് വൈദിക ശുശ്രൂഷ നടത്തുന്നവർക്കറിയാം, വൈദികരുടെ അടുക്കൽ ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ വന്ന് അവരുടെ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ പറയാറുണ്ട്. നമ്മളവരെ ആശ്വസിപ്പിക്കാറുണ്ട്. ഒരു കൗൺസിലിംഗ് എന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ അക്രൈസ്തവർക്ക് നൽകാൻ വൈദികർക്ക് സാധിക്കും. കൗദാശിക വരപ്രസാദം എന്ന രീതിയിൽ പാപമോചനം അവർക്കായി സംലഭ്യമാക്കാൻ സഭയുടെ ഇപ്പോഴത്തെ വീക്ഷണമനുസരിച്ച്, ദൈവശാസ്ത്രമനുസരിച്ച് മാമോദീസ എന്ന കൂദാശ നിർബന്ധമാണ്. പിന്നെ ഒരു വ്യക്തി അപ്രകാരം വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ വ്യക്തി ഹൃദയ സമാധാനം ആർജിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ പാപങ്ങളിൽ നിന്ന് ദൈവം മോചനം നൽകുമോ ഇല്ലയോ, അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അത് ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മൾ കൗദാശികമായി സഭാ നിയമപ്രകാരം അവിടെയുള്ള പാപമോചനം മാമോദീസ സ്വീകരിച്ച വ്യക്തികൾക്ക് മാത്രമുള്ളത്. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? ആ, ബിജു സാറ്. ബിജു സാറ് ചോദിച്ചോ. പിതാവെ, പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അനുഭവിക്കാൻ ആഗ്രഹിച്ചിട്ടും എന്നാൽ മനസ്സിൻ്റെ തലത്തിൽ പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കാതെ വിശുദ്ധ കുമ്പസാരത്തിൽ പങ്കുചേർന്നാൽ ആ കുമ്പസാരം സാധുവാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിതാവിനോട്. യെസ്, ബിജു സാറിൻ്റെ ചോദ്യം ഇതാണ്. ഒരു വ്യക്തി പാപം ചെയ്തു, അതിനെ ഓർത്ത് അനുതാപമുണ്ട്, അനുദപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അനുതാപം പൂർണ്ണമായി അനുദപിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം കുമ്പസാരിച്ചാൽ അത് സാധുവാകുമോ? ഇതാണ്. അതായത് എന്താണ് അനുതാപം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ പ്രസക്തമായൊരു വിഷയമാണ്. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാഗികം, പൂർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അനുതാപം? അനുതാപം എന്ന് പറയുന്നത് ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ അത് ദൈവസ്നേഹത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ള ബോധം. ഈ തെറ്റ് എന്നെ നിത്യശിക്ഷയ്ക്ക് അർഹമാക്കാൻ ഇടവരുന്നതാണ്. അതുകൊണ്ട് ഇതിന് ഞാൻ പരിഹാരം ചെയ്യേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്. അതുകൂടാതെ അനുതാപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഈ തെറ്റിലേക്ക് ഇനിമേൽ ഞാൻ തിരിച്ചു പോകില്ല എന്ന തീരുമാനം, എ ഫേം ഡെലിബറേറ്റ് ഡിറ്റർമിനേഷൻ, അതാവശ്യമുണ്ട്. അതായത് ഒരുപക്ഷെ നമുക്ക് ദൈവസ്നേഹത്തിന് വിരുദ്ധമായൊരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത് എന്നുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള പരിപൂർണ ബോധ്യം
ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കാനോ അത് അനുഭവിക്കാനോ കഴിഞ്ഞെന്ന് വരികയല്ല. അതുപോലെ തന്നെ നിത്യശിക്ഷയെക്കുറിച്ചുള്ള അവബോധവും ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. എന്നാൽ ഈ തെറ്റ് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിക്കാതിരിക്കാനുള്ളൊരു ആഗ്രഹവും തീരുമാനവും ആ വ്യക്തിക്ക് ഉണ്ടാവണം. ഉദാഹരണം പറഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ, ഇദ്ദേഹം എല്ലാ ദിവസവും മദ്യപിക്കും. പെസഹായുടെ ചൊവ്വാഴ്ച വരെ മദ്യപിച്ചു, ബുധനാഴ്ച പോയി കുമ്പസാരിക്കുകയാണ്. അച്ചോ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. മിക്കവാറും ചേട്ടന്മാർ പറയുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ് കുമ്പസാരം. അച്ഛാ ഞാൻ മദ്യപിക്കും, ഭാര്യയെ തല്ലും, തെറി വിളിക്കും എന്നാണ് പറയുന്നത്. ഇനി അത് ചെയ്യും എന്നുള്ള പ്രതിജ്ഞയാണ് അച്ഛൻ്റെ അടുത്ത് പോയി ചെയ്യുന്നത്. വാസ്തവത്തിൽ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം സാധുവാകണമെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യണം? ഈ മദ്യപാനം നിർത്താനുള്ള തീരുമാനം ആ മനുഷ്യനുണ്ടാവണം. ആ ഉറച്ച തീരുമാനത്തോടെ എൻ്റെ ഈശോയെ തെറ്റിപ്പോയി, ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള വിചാരത്തോടെയെങ്കിലും അദ്ദേഹം പോയി കുമ്പസാരിക്കണം. അങ്ങനെ ചിലപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചേട്ടൻ വീണ്ടും കുടിച്ചു പോകാം. മാനുഷികമായ വീഴ്ചയാണ്. അങ്ങനെ വീഴ്ച പറ്റിയാൽ വീണ്ടും ഈ പ്രക്രിയ തുടരുക. പക്ഷെ ഓരോ കുമ്പസാരത്തിൻ്റെ സമയത്തും ഈ പാപത്തെ ഉപേക്ഷിക്കാനും അവയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ബോധപൂർവമായ ആഗ്രഹവും തീരുമാനവും ഒരു വ്യക്തിക്ക് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കും. പിതാവ്, ഇന്നത്തെ ഈ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ഉണ്ട്. തീർച്ചയായും അത് നമുക്ക് ചോദിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഒത്തിരി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കും. കാരണം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെ കുമ്പസാരിക്കണം, കുമ്പസാരം എങ്ങനെയാണ് വാലിഡായിത്തീരുന്നത്, കുമ്പസാരക്കൂട്ടിൽ നമ്മൾ എങ്ങനെയാണ് കുമ്പസാരക്കാരനെ കാണേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പിതാവ് നമ്മളോട് സംസാരിച്ചത്. വിശ്വാസ പരിശീലകർ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമ്പോൾ ഇതൊത്തിരി ഉപകാരമാകും. ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഇതേ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ വിഷയത്തിന് നമ്മുടെ എല്ലാ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയ അഭിമന്യ പാമ്പ്ളാനി പിതാവിന് വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സംശയങ്ങൾ ചോദിക്കുകയും ക്ലാസ്സിൽ വളരെ മനോഹരമായി ഇൻട്രാക്ട് ചെയ്ത വെമ്പുവ ഹോളി ക്രോസ് സൺഡേ സ്കൂളിലെ അധ്യാപകരായ നിങ്ങൾക്കും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. കുമ്പസാരത്തെക്കുറിച്ചുള്ള തുടർ ചിന്തകളും സംശയങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.